ഇൻഷാല്ലാ നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ 9 ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നോക്കിക്കോളൂ കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان صدق الله العلي العظيم. ഒന്നുകൂടി കേട്ടോളൂ. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان. ഈ ആയത്തുകളൊക്കെ നോക്കൂ, എന്റെ അവസാനം നൂനാണ് അല്ലെ. അർ-റഹ്മാൻ, അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാൻ, ബയാൻ, ബിഹുസ്ബാൻ, യസ്ജുദാൻ, മീസാൻ 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 അല്ല. അപ്പോ ഇത് ഈ സൂറ മൊത്തം വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ്, 1-2 സ്ഥലത്ത് മീമ് വരുന്നുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ളടത്ത് മീമ് വരുന്നുണ്ട്. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം അവസാനത്തെ ആയത്തിലും. അങ്ങനെ 2-3 സ്ഥലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും ഇതിന്റെ ഒരു അവസാനം വളരെ റിതമിക്കായിട്ട് താളാത്മകമായിട്ട് നൂനിലാണ് അവസാനിക്കുന്നത് കേട്ടോ. ഓക്കെ, വേണ്ട, അവിടെ വേണ്ട, അവിടെ സുജൂദില്ല. സുജൂദ് തിലാവത്തിന്റെ സുജൂദുള്ള സ്ഥലമല്ല അത് കേട്ടാ. ഓക്കെ, അർത്ഥം നമ്മൾ നോക്കുമ്പോ അല്ലെ, അർ-റഹ്മാൻ എന്ന് പറയുന്നത് അത് തുടക്കം തന്നെ അർ-റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നു. അതിന് ഈ സൂറത്തിന്റെ അങ്ങനത്തെ ഒരു വലിയ ആകർഷണീയത അതാണ്. സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ ഒറ്റൊരു പദം, ആ ഒറ്റൊരു പദം ഒരായത്താണ് അർ-റഹ്മാൻ. ചിലപ്പോ ഹർഫുകൾ കൊണ്ട് ആയത്ത് ഉണ്ട് അല്ലെ. ഒറ്റ ഹർഫിൽ ഒരായത്ത് ഏതാ? ഖാഫ്, ഖാഫ് അല്ലെ, സ്വാദ് ഒറ്റ ഹർഫ്, നൂൻ, അതൊക്കെ ഒറ്റ ഹർഫ് കൊണ്ട് ഒരായത്താണ്. പിന്നെ ചില ഹർഫുകൾ കാഫ്, ഹാ, യാ, ഐൻ, സ്വാദ്, യാസീൻ, ഹാമീം, അലിഫ്, ലാം, മീം അങ്ങനെയുണ്ട്. ഒറ്റ പദം ആയത്തായിട്ട് വരുന്ന അപൂർവം ചില സന്ദർഭങ്ങളുണ്ട്. പദം പൂർണ്ണ അർത്ഥത്തിൽ അതിൽപ്പെട്ടതാണിത്. ഈ സൂറത്തിൽ വേറെയും ചില സ്ഥലത്ത് ഇപ്പൊ മുദ്ഹാമ്മത്താൻ എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലെ തോട്ടങ്ങളെ വിശദീകരിക്കുന്ന ഒരു പദമുണ്ട്, മുദ്ഹാമ്മത്താൻ. അവിടെയും ആ ഒറ്റ പദമാണ് ഒരായത്ത്. ഇവിടെ നോക്കൂ, അർ-റഹ്മാൻ പരമകാരുണികൻ, അല്ലമൽ ഖുർആൻ അവൻ ഖുർആൻ പഠിപ്പിച്ചു. അല്ലമ യുഅല്ലിമു എന്ന് പറഞ്ഞാല് പഠിപ്പിക്കുക. ദർറസ യുദർരിസു, മുദർരിസ് അധ്യാപകൻ. മുഅല്ലിമ് ഈ പദത്തിന് വരുന്നതാണ്. അല്ലമ യുഅല്ലിമു, ഖുർആൻ പഠിപ്പിച്ചവൻ. ഖലഖൽ ഇൻസാൻ, ആദ്യം ഞാൻ അർത്ഥം ഒന്ന് വായിച്ചു പോകണ്ട, എന്നിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. നമുക്കറിയാവുന്ന പദങ്ങളാണ്. ഖലഖ അറിഞ്ഞൂടെ എല്ലാവർക്കും? അല്ലമ അറിഞ്ഞൂടെ? അല്ലമ പഠിച്ചിട്ടില്ല മുമ്പ്? ഇൽമ് എന്നാണ്, ഇൽമ് വിജ്ഞാനം. അലിമ അറിഞ്ഞു, അല്ലമ പഠിപ്പിച്ചു, അറിയിച്ചു എന്നൊക്കെ അർത്ഥം. അങ്ങനെയുണ്ട് ചില പദങ്ങള് നമ്മള് അതിന് ഷദ് ഇതുപോലെ കൊടുക്കുമ്പോ ചെയ്യിച്ചു എന്നാവും. ഇപ്പൊ ദറസ പഠിച്ചു, ദറസ പഠിപ്പിച്ചു. അതുപോലെ പല പദങ്ങളുണ്ട്. ഇപ്പോ നബ ഒരു വർത്തമാനം അറിഞ്ഞു എന്നാണ്. ഒരു വർത്തമാനം നമ്മൾ കേട്ടു. നബ അറിയിച്ചു. എല്ലാ പദങ്ങളും അല്ല, ചില പദങ്ങൾ അങ്ങനെ വരും കേട്ടാ. നാളെ നമ്മള് വേറൊരു രൂപത്തിൽ പറഞ്ഞു. ഇപ്പൊ തഅമ ഭക്ഷിച്ചു, അത്തഅമ ഭക്ഷിപ്പിച്ചു. അതിൽ നിന്നാണ് മത്തഅമ് റെസ്റ്റോറന്റ്, ഭക്ഷിപ്പിക്കുന്ന സ്ഥലം എന്ന് തോന്നും.
അപ്പൊ അങ്ങനെ കുറച്ച് പദങ്ങളുടെ സൗകര്യം ഉണ്ട് അറബിയിൽ കേട്ടാ. ഓക്കെ, ഇനി ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അവന് സംസാരശേഷി പഠിപ്പിച്ചു. ബയാൻ എന്ന് പറഞ്ഞാൽ ബയാൻ വിശദീകരണം എന്നാണ് ശരിക്കർത്ഥം. ബയ്യന, അൽ ബയ്യന അല്ലെ, ബയ്യന, അല്ലമഹുൽ സൂറത്ത് അൽ ബയ്യന. ബയാനാത്ത് അറബിയില് ഇവിടെ സാധാരണ ഇവിടുത്തെ ഈ ലോക്കൽ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ, ലോക്കൽ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ അറബിയിൽ ബയാനാത്ത് പറയും. ഡീറ്റെയിൽസിന്, ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസിന് ബയാനാത്ത് എന്ന് പറയും. ബയാൻ ഷഖ്സി, ബയാൻ തലബ്, ബയാൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് പറയും, ഒക്കെ പറയും. അപ്പൊ ഇവിടെ അർത്ഥം സംസാരശേഷി, വിശദീകരണം, ഇതൊക്കെ പഠിപ്പിച്ചു. ഇതൊക്കെ ആര് പഠിപ്പിച്ചു എന്ന് പറയുന്ന അർ റഹ്മാൻ. ആരാ പഠിപ്പിച്ചത്? അർ റഹ്മാനാണ് പഠിപ്പിച്ചത്. അവിടെ വേണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അർ റഹ്മാൻ എന്ന് പറഞ്ഞതിന് ഒരു ന്യായമുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. അർ റഹ്മാൻ എന്ന് പറഞ്ഞ് തുടങ്ങാതെ വേണമെങ്കിൽ അള്ളാഹ്ക്ക് വേറെ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് തുടങ്ങാമായിരുന്നു, അൽ ഖാലിഖ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാമായിരുന്നു, അല്ലെങ്കിൽ മറ്റു അസ്സമീ, അൽ ബസീർ, അൽ ഗഫൂർ, അള്ളാഹിന്റെ പല വിശദീകരണങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ തുടങ്ങാമായിരുന്നു. പക്ഷെ അത് പറയാതെ അർ റഹ്മാൻ പറഞ്ഞ് തുടങ്ങിയതിലൊരു ന്യായമുണ്ട് കേട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അള്ളാഹു ചെയ്തതായിട്ട് ഇവിടെ പറഞ്ഞു. എന്നിട്ട് പറയുന്നത് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. അശ്ശംസു സൂര്യൻ, വൽ ഖമറു ചന്ദ്രൻ, ബിഹുസ്ബാൻ അതെല്ലാം ഒരു കണക്കനുസരിച്ചിട്ടാണ് ഈ ഭൂമിയിലുള്ളത്. ഹുസ്ബാൻ എന്ന് പറഞ്ഞാല് ഹിസാബ്, കേട്ടല്ലേ? ഹിസാബിന് വിചാരണക്ക് പറയും. വിചാരണ എന്താ? ഒരു കണക്ക് നോക്കലല്ലേ? നമ്മുടെ കണക്ക് നോക്കലാണല്ലോ വിചാരണ. ഇവിടെ ഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു കണക്ക് അനുസരിച്ചിട്ടാണ് ഇത്, ഈ സൂര്യനും ചന്ദ്രനും ഇവിടെ ഉള്ളത്. ഭൂമിയിൽ, ആകാശത്ത്, ഈ പ്രപഞ്ചത്തില് ഈ സൂര്യനും ചന്ദ്രനും ഉള്ളത് എന്താണ്? ഒരു കണക്കനുസരിച്ചിട്ടാണ്. അതിന് ഒരു കണക്കിന് വിധേയമാണ് കേട്ടാ, ഒരു സിസ്റ്റത്തിന് വിധേയമാണ് എന്നർത്ഥം. ഓക്കെ. വന്നജുമു വശജറു യസ്ജുദാൻ. നജ്മ് എന്ന് പറഞ്ഞത് താരം, നക്ഷത്രം. വേറൊരു അർത്ഥമുണ്ട് നജ്മിന്. നജ്മിന് ചെറിയ ഈ തടിയില്ലാത്ത ചെടികളില്ലേ, തടിയില്ലാത്ത ചെടികൾ, അതായത് പയറ്, നമ്മള് സാധാരണ പയറ് പോലത്തെ, അല്ലെങ്കിൽ പ്ലാന്റ്, പാവല്, ഇതുപോലത്തെ നമ്മൾക്ക് ഇപ്പൊ ഈ സമയത്ത് നടുന്ന ചെടികൾക്കൊക്കെ ഒന്നും തടിയില്ലല്ലോ അല്ലെ, തക്കാളി ഇങ്ങനത്തെ സംഗതിയൊക്കെ. അതിനും നജ്മ് എന്ന് പറയൂ കേട്ടോ. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ അർത്ഥമെന്ന്. തടിയില്ലാത്ത ചെടികള്, മരങ്ങള്. നജ്മ് അങ്ങനത്തെ മരങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ സസ്യങ്ങളും, ഷജർ മരങ്ങളും യസ്ജുദാൻ സുജൂദ് ചെയ്തു. പക്ഷെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് നജ്മിന്റെ യഥാർത്ഥ അർത്ഥം എന്താ? നക്ഷത്രം. നക്ഷത്രങ്ങളും മരങ്ങളും യസ്ജുദാൻ അവരെല്ലാം പ്രണാമം ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, പ്രണാമം ചെയ്യുന്നുണ്ട്, സുജൂദ് നടത്തുന്നുണ്ട് അവയൊക്കെ. ഓക്കെ. ആകാശത്തെ അവൻ ഉയർത്തിയിരിക്കുന്നു. റഫ എന്ന് പറഞ്ഞാല് ഉയർത്തിയിരിക്കുന്നു. വലഅൽ മീസാൻ എന്ന് മാത്രമല്ല, അവൻ ഒരു തുലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. വല എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നു, സ്ഥാപിച്ചിരിക്കുന്നു. ഒരു ത്രാസ് സ്ഥാപിച്ചിരിക്കുന്നു, ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു നീതിയുടെ ത്രാസിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ സാധനങ്ങൾ തൂക്കുന്ന ഒരു ബാലൻസിനെ കുറിച്ചല്ല, വെയിങ് മെഷീനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ ഒരു നീതി, മനുഷ്യർക്ക് ഇടയിൽ നീതി കൽപ്പിക്കുന്ന, നീതി നടപ്പാക്കുന്ന ഒരു ത്രാസ് അവൻ സ്ഥാപിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. ഈ തുലാസിന്റെ കാര്യത്തിൽ നിങ്ങൾ കൃത്രിമം കാണിക്കരുത്. തഗായത്തുക എന്ന് പറഞ്ഞാല് അതിക്രമം കാണിക്കരുത്. വല്ലാതെ നിങ്ങൾ അതിന്റെ വിഷയത്തിൽ അതിരിഞ്ഞ് കവിഞ്ഞു പോകരുത് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത്. നിങ്ങള് ശരിയാം വണ്ണം തൂക്കണം, നീതിപൂർവം തൂക്കണം. വസ്ന് എന്ന് പറഞ്ഞാൽ എന്താ? വസ്ന് വെയിറ്റ്, ഭാരം, വെയിറ്റ്. നമ്മൾ തൂക്കണ സംഗതികൾക്കാണ് എന്ത് പറയാ? വസ്ന് എന്ന് പറയാം ഇവിടെ. വഅഖീമുൽ വസ്ന, നിങ്ങൾ തൂക്കം നടപ്പാക്കണം. എങ്ങനെ? ബിൽ ഖിസ്ത്. ഖിസ്ത് എന്ന് പറഞ്ഞാല് നീതി, നീതിപൂർവം, ശരിയാം വണ്ണം. അഖീമു എന്ന് പറഞ്ഞാൽ ശരിക്ക് അഖാമ യുഖീമു എന്ന് പറഞ്ഞാൽ നേരെ നിർത്തിയതാണ്. ഇഖാമത്തു സലാത്ത് അല്ല, ഇഖാമത്തു സലാത്ത് നമസ്കാരം ശരിയായി നിലനിർത്താതെ അതതിന്റെ സമയത്ത് ചെയ്യുക
തോന്നുമ്പോ ചെയ്യലല്ല, പള്ളിയിൽ പോയി ചെയ്യാ ആണുങ്ങളാണെങ്കിൽ, വീട്ടിലാണെങ്കിൽ സ്ത്രീകൾ ആ സമയത്ത് ചെയ്യാം. ഇതൊക്കെ ഇഖാമത്ത് സ്വലാത്തിൽ ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നേരെ നിർത്തുന്നതിനാണ് പറയാ. അത് തന്നെയാണ് ഇവിടെ അഖീമു സ്വലാത്ത എന്ന് ഒരുപാട് സ്ഥലത്ത് ഖുർആൻ ആവർത്തിച്ചിട്ടുണ്ട്. അല്ലദീന യുഖീമൂന സ്വലാത്ത. ഇവിടെ അഖീമുൽ വസ്ന, നിങ്ങൾ തൂക്കം ശരിയാക്കുക. ബിൽ ഖിസ്ത്, എങ്ങനെ? നീതിപൂർവം തൂക്കണം. വലാ തുഖ്സിറുൽ മീസാൻ, തുലാസില് ത്രാസിന്റെ കാര്യത്തില് നിങ്ങൾ യാതൊരു കുറവും വരുത്തരുത്. അഖ്സറ യുഖ്സിറു എന്ന് പറഞ്ഞാല് കുറവ് വരുത്തുക. ഖുസ്റാൻ എന്ന് പറയുന്നത് നഷ്ടത്തിന്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്നൊരു സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും വ്യക്തമായ നഷ്ടമാകുന്നു അത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതും ഉണ്ട് അതിന്റെ അകത്ത്, അതും അതിൽ പെടും. ഞാൻ വിശദീകരിച്ചിട്ടില്ല, ഞാൻ പറയാം കേട്ടോ. ഞാൻ ഇപ്പൊ അതിന്റെ മീനിങ് അങ്ങ് ജസ്റ്റ് പറഞ്ഞു പോവാണ്. എന്റെ വിശദീകരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഈ എല്ലാ വാക്കുകളുടെയും അർത്ഥം ഞാൻ അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്കതിന്റെ വിശദമായി ഇതിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇതുകൊണ്ടൊക്കെ ശരിക്കും നമുക്കൊരു ഓടായിട്ട് തോന്നും, വളരെ വിചിത്രമായി തോന്നും. എന്താ പറഞ്ഞ് തുടങ്ങിയത്, എന്താ പറഞ്ഞ് അവസാനിപ്പിച്ചത്? ഈ 9 ആയത്ത് പറഞ്ഞപ്പോ തന്നെ എങ്ങനെ തുടങ്ങിയത്, എങ്ങനെ അവസാനിപ്പിച്ചത്, ആകെ ഒരു കൺഫ്യൂസ്ഡ് ആവും. പക്ഷെ അത് ചേർത്ത് വായിക്കുമ്പോ അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവും. അപ്പൊ അർ റഹ്മാൻ, പരമകാരുണികൻ. അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. എന്തിനാണ് മറ്റു വിശേഷണം പറയാതെ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനോടൊപ്പം അർ റഹ്മാൻ ചേർത്തത്? ആർക്കെങ്കിലും പറയാമോ അത് എന്തുകൊണ്ടായിരിക്കും എന്ന്? അതാണ് അതിന്റെ ഉത്തരം. അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളമാണ് ഖുർആൻ അവൻ ഇറക്കി എന്നുള്ളത്. അതായത് മനുഷ്യന് ഈ പരിശുദ്ധ ഖുർആൻ സന്മാർഗത്തിന്, ഇഹലോകത്തിലെ നമുക്ക് സന്മാർഗം കണ്ടെത്താനും പരലോകത്ത് വിജയിക്കാനും പറ്റുന്ന ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നത് അള്ളാഹുവിന്റെ എന്തിന്റെ ലക്ഷണമാണ്? ഏത് ഗുണത്തിന്റെ ലക്ഷണമാണ്? അവന്റെ മഹത്തായ കാരുണ്യത്തിന്റെ ലക്ഷണമാണത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പടുത്തു പറയുന്നതാണല്ലോ ഖലഖൽ ഇൻസാൻ. മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു, പഠിപ്പിച്ചു എന്ന് പറഞ്ഞേക്കാണ്. എന്താ? അതായത് മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ ആ സൃഷ്ടിച്ച മനുഷ്യനുള്ള ഒരു മാനുവൽ, ഒരു കാറ്റലോഗ് വേണമല്ലോ. ഇപ്പൊ നമ്മളൊരു TV മേടിച്ചു, ഒരു ഫോൺ മേടിച്ചു, ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, ഇതിനൊക്കെ എന്തുണ്ടാവും? അതിന്റെ ഒപ്പം ഒരു കാറ്റലോഗ് ഉണ്ടാവും അല്ലെ? ആ കാറ്റലോഗ് അനുസരിച്ചിട്ടാണ് എവിടെ ബാറ്ററി ഇടണം, ഏത് സ്വിച്ച് ഓൺ ചെയ്യണം, ആദ്യം ഇന്ന സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുണ്ടോ, എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെ, കേടായ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഒരു മാനുവലാണ് അല്ലെ? ഒരു സംഗതിയുടെ മാനുവലാണ്, ഒരു വസ്തുവിന്റെ കാറ്റലോഗാണ്. ഇതുപോലെ ഒരു കാറ്റലോഗാണെന്ത്? ഖുർആൻ, വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൽ പോയിന്റ്. എന്തെങ്കിലും സംശയം ഉണ്ടാവുമ്പോൾ നമ്മൾ ഇന്നത് ചെയ്യാൻ പറ്റുമോ, പലിശ കൊടുക്കാൻ പറ്റുമോ, പലിശ വാങ്ങിക്കാൻ പറ്റുമോ, ഇന്ന സംഗതിയിൽ നമുക്ക് എന്ത് നിലപാട് സ്വീകരിക്കണം, രാഷ്ട്രീയമായിട്ട് എന്ത് ചെയ്യണം, സാമൂഹ്യമായിട്ട് എന്ത് ചെയ്യണം, സാമ്പത്തികമായിട്ട് എവിടെ നിന്ന് സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഭാര്യാഭർത്താക്കന്മാരെങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഇതിന്റെ എല്ലാം അവസാനത്തെ വാചകം നമുക്ക് പറഞ്ഞു തരേണ്ടത് എവിടെന്നാ? ഖുർആനാണ്. അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ ഖുർആൻ അള്ളാഹ് അവതരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അവന്റെ കാരുണ്യം പൂർത്തിയാകുമായിരുന്നില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് അർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അല്ലമൽ ഖുർആൻ. ഇപ്പൊ ആ ബന്ധം മനസ്സിലായല്ലോ? മറ്റൊരു വാചകം ഉപയോഗിക്കാതെ ഇതുകൊണ്ട് ആരംഭിച്ചതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ? ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. അവനാണ് സൃഷ്ടിച്ചത്. സൃഷ്ടാവിന്റെ ഒരു ബാധ്യതയാണെന്ത്? ആ സൃഷ്ടിക്ക് മാർഗദർശനം നൽകുക എന്നുള്ളത്. സൃഷ്ടിച്ച ആളുകളെ വെറുതെ ഇട്ടിട്ട് അങ്ങനെ പോവുകയല്ല, മറിച്ച് ആ സൃഷ്ടിക്കപ്പെട്ട ആളുകൾക്ക്, സൃഷ്ടികൾക്ക് മാർഗദർശനത്തിനുള്ള വഴി നിശ്ചയിച്ചു കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളമായതുകൊണ്ടാണ് അവൻ ഖുർആൻ ഇറക്കിയത്, ഖുർആൻ പഠിപ്പിച്ചത്. മനസ്സിലായോ? അതാണ് അല്ലമഹുൽ ബയാൻ. എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന് സംസാരശേഷി ഉണ്ടെന്നുള്ളതാണ്. ബയാൻ പഠിപ്പിച്ചു. മറ്റു ജീവികളെ ആലോചിച്ച് നോക്കി, അവർക്കൊന്നും സംസാരശേഷിയില്ല. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലെ? ഒരു പശു ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ പശുക്കിടാവ് ആദ്യം എന്ത് ചെയ്യണം എന്നത് അതിനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്.
എവിടെയാണ് ആ കുഞ്ഞിന് ഭക്ഷണം കിട്ടുക എന്നൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാനാവുമ്പോ മാതാവ്, ആ പശു ഈ കുഞ്ഞിനെ ക്ഷണിക്കുന്നുണ്ട് തിരിച്ചും, അല്ലെ? ഇതൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചില പക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരു ടൈം വരെ പെൺപക്ഷി അടയിരിക്കുമ്പോൾ ആൺപക്ഷി പോയിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും നിരന്തരമായിട്ട്, സ്ഥിരമായിട്ട്. ഇത്തരം കമ്മ്യൂണിക്കേഷൻ കിടക്കും. പക്ഷെ സംസാരിച്ച് ഒരു സംസാരശേഷി എന്ന് പറയും, നാവ് ഉപയോഗിച്ച് സംസാരിക്കുന്ന മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സംസാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? സംസാരം മാത്രമല്ലല്ലോ, സംസാരത്തിൽ എന്തൊക്കെയുണ്ട്? ചിന്ത ഉണ്ട്, ചിന്ത അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നുണ്ട്. വി തിങ്ക്, അല്ല, വി തിങ്ക് ദാറ്റ്സ് വൈ വി ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് അരിസ്റ്റോട്ടില്. വി തിങ്ക് ദാറ്റ്സ് വൈ വി ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് അരിസ്റ്റോട്ടിൽ. പറഞ്ഞ എന്താ അർത്ഥം? നമ്മൾ ചിന്തിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഉണ്ട് എന്നാണ്. നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഞാനിപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തെന്നാ ഈ സംസാരിക്കുന്നത്? എന്തോന്ന് എന്റെ മനസ്സിൽ ആലോചിച്ചിട്ടാണല്ലോ ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളും എത്ര ചെറിയ സംസാരമാകട്ടെ, എത്ര വലിയ സംസാരമാകട്ടെ, അതിന്റെ മുമ്പ് ഒരു ചിന്ത നടക്കുന്നുണ്ട്, ഒരു ഗ്രഹണം. നമ്മൾ സംഗതികൾ ഗ്രഹിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണല്ലോ സംസാരിക്കുക. അല്ലാതെ സംസാരിച്ചവനെ ഭ്രാന്തൻ എന്നാ പറയാ. ഒരു കാര്യമില്ലാതെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെ? അത് ബുദ്ധിയും ബോധവും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അങ്ങനെ പറയാം. അപ്പോ ബുദ്ധി വേണം, ബോധം വേണം, ഗ്രഹിക്കാൻ അണ്ടർസ്റ്റാൻഡിങ് വേണം, തിങ്കിങ് വേണം. ഇതൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ സംസാരം ആളുകൾ പൊട്ടത്തരമെന്ന് പറയും. അവൻ വെറും പൊട്ടറാണ്, പറയുന്നതൊക്കെ പൊട്ടത്തരമെന്ന് പറയും. കാരണം എന്താ? ചിന്തിക്കാതെ സംസാരിക്കുന്ന ആളെ കുറിച്ചാണ് പറയാ. ചിലപ്പോ നമ്മുടെ മക്കൾ നമ്മളോട് പറയും എന്ത് പൊട്ടത്തരമെന്ന് പറയണെന്ന് ചോദിക്കും. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് നമ്മൾ പറയണത് ഗ്രഹിക്കാൻ പറ്റണ്ടാവൂല. മനസ്സിലാ? നമ്മൾ പറയുന്നത് അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്തപ്പോഴാണ് അവർ അങ്ങനെ പറയാ. പരസ്പരം ഭാര്യയും ഭർത്താവും പറയും നിങ്ങൾ എന്ത് പൊട്ടത്തരം പറയണെന്ന്. ഭാര്യ ഭർത്താവിനോട് ചോദിക്കും ഇജ്ജെന്ത് മണ്ടത്തരം പറയണെന്ന് ഭർത്താവ് ഭാര്യയോടും ചോദിക്കും. അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കൂലേ? അപ്പോഴെന്താ സംഭവിക്കണെന്താ? ആ മണ്ടത്തരത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ആ പറയുന്നതിന്റെ പിന്നിൽ എന്തോ ഒന്ന് ഗ്രഹിക്കാതെ പോയിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞ എന്തോ നമുക്ക് എങ്ങനെ സാഹചര്യത്തിനൊത്തിട്ടുള്ള വർത്താനല്ല. അതെ, കറക്റ്റ്. അതെ. അപ്പൊ സംസാരിക്കാൻ എന്തു വേണം? ഇതൊക്കെ വേണം. ഇത് അല്ല പറയുന്നത്, ഇതൊക്കെ കൂടിയാണ് മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ളത്. വെറുതെ സംസാരിക്കാൻ, ഒച്ച ഉണ്ടാക്കുക എന്നുള്ള കഴിവല്ല കൊടുത്തിട്ടുള്ളത്. നാവിട്ടിങ്ങനെ അടിക്കുമ്പോ നാവിന്റെ ഒരു ചലനം മാത്രമല്ല അവിടെ നടക്കുന്നത്. മറിച്ച് അവിടെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്, പിന്നെ അത് പ്രകടിപ്പിക്കുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതാണ് ബയാൻ. കേട്ടാ? അപ്പൊ ബയാൻ എന്ന് പറയുമ്പോ ഇതൊക്കെ കൂടി ഉൾപ്പെട്ട ഒരു സംഗതിയാണ്. ഓക്കെ, അതും അള്ളാഹ് പഠിപ്പിച്ചതാണ്. അള്ളാഹു ഇപ്പൊ നമ്മൾ നോക്കുന്ന നാവ്, ഈ സംസാരം ഇത് നിലക്കാൻ എത്ര സമയം വേണം? നമ്മൾ സംസാരിക്കുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഭയങ്കര അത്ഭുതമാണ്. എനിക്കൊരിക്കൽ സംഭവിച്ചു. ഇതിന്റെ ഈ വോക്കൽ കോഡ്, നമ്മുടെ സംസാരം ഉണ്ടാകുന്ന വോക്കൽ കോഡിന്റെ രണ്ട് കോഡുണ്ട്. അതിങ്ങനെ മുട്ടുമ്പോഴാണ് ഈ സംസാരം ഉണ്ടാവണ. എനിക്കൊരിക്കൽ സംഭവിച്ചെന്ന് വെച്ചാൽ അതിന്റെ ഒരു കോഡ് തളർന്നുപോയി. ഒരു കോഡ്, വോക്കൽ കോഡ് പാൽസിയായിപ്പോയി. 2 മാസം പിന്നെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഖത്തറിൽ വന്ന ഉടനെ 2009 ഏപ്രിൽ മെയ് മാസങ്ങളില് സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാല് നാട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് അവിടെ പറയണമൊന്നും കേൾക്കൂല, ഞാൻ പറയണമൊന്നും കേൾക്കൂല. അപ്പൊ ഞാൻ അന്നാണത് മനസ്സിലാക്കിയത്. ഇത്ര പ്രയാസമുള്ള ഒരു സംഗതിയാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള 2 വോക്കൽ കോഡ് കൂടി ചേർന്നിട്ടാണ് സംസാരിക്കുന്നത്. അതിന് തലച്ചോറിന്ന് ഒരുപാട് സിഗ്നൽ വരാനുണ്ട്. അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കും നാവ് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നാവിന് വളരെ ചെറിയ റോളാണ് ഉള്ളത്. നാവ് അവിടെ സ്വതന്ത്രമായി കിടക്കണം. പല്ലും വായും ഇതൊക്കെ കൂടി എല്ലാം കൂടി ചലിക്കുന്നുണ്ട്. നമ്മുടെ ഈ കവിള എല്ലും ഇതൊക്കെ കൂടി ചലിക്കുമ്പോഴാണ് സംസാരം. ഒച്ച വരുന്നത് ഈ വോക്കൽ കോഡ് എന്നാണ്. അതും കൂടി ആലോചിച്ചാൽ പിന്നെ ഇത് കാരുണ്യത്തിന്റെ അങ്ങേയറ്റമാണ് അള്ളാഹുവിന്റെ എന്ന് പറയേണ്ടി വരും. അതില്ലാതായി പോകുന്ന ആളുകളെ കുറിച്ച് ചോദിക്കണം ആരോടെങ്കിലും. അത് വലിയ, പ്രത്യേകിച്ച് പ്രായമായി വരുന്തോറും ഇത്തരം ശേഷിയൊക്കെ നഷ്ടപ്പെടുമ്പോ അത് അവരനുഭവിക്കുന്ന പ്രയാസം നമുക്ക് മനസ്സിലാവൂല. പക്ഷെ എങ്കിൽ പോലും നമുക്കത് കുറച്ചൊക്കെ കണ്ട് ഗ്രഹിക്കാൻ പറ്റും. ഇത് അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യവും അനുഗ്രഹമായിട്ടാണ് അള്ളാഹു പറയുന്നത്. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതുപോലെ, നമ്മളെ സൃഷ്ടിച്ചതുപോലെ അവൻ തന്നൊരു വലിയ അനുഗ്രഹമാണ് നമ്മളെ സംസാരിക്കാനുള്ള ശേഷി നമുക്ക് നൽകിയെന്നുള്ളത്.
പിന്നെ പറയുന്ന അശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചിട്ടാണുള്ളത്, ഒരു വ്യവസ്ഥക്ക് വിധേയമാണ്. വെറുതെ അങ്ങനെ സൃഷ്ടിച്ചല്ല. സൂര്യന് ഇത്ര അകലുണ്ട്, ചന്ദ്രൻ ഒരു കലണ്ടറാണ് ശരിക്കും. നമ്മൾ കാണുന്ന നിലാവ് മാത്രമല്ല ചന്ദ്രൻ, അല്ലെ? നമ്മള് റമദാനും ഷവ്വാലിലും ദുൽഹജിലും നമ്മള് ചന്ദ്രനെ നോക്കും, മാസം നോക്കാൻ വേണ്ടി, മാസം കാണാൻ വേണ്ടി. പക്ഷെ അള്ളാഹ് അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് വേണമെങ്കിൽ 1000 വർഷത്തെ കലണ്ടർ വേണമെങ്കിൽ ഉണ്ടാക്കാം. 1000 വർഷത്തെ കലണ്ടർ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കി വെക്കാം ചന്ദ്രനെ കുറിച്ച് പഠിച്ചാല്. പക്ഷെ നമ്മൾ പൊട്ടന്മാര്, മുസ്ലിം സമൂഹം ഇപ്പോഴും അത് കാണണം. നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാലേ നമുക്കിപ്പൊ നിലാവ് കണ്ടാലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സമൂഹത്തിന് ബോധം വെളിച്ചമൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അള്ളാഹ് അത് അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹ് പറഞ്ഞ ഇതിനൊക്കെ ഒരു കണക്കുണ്ടെന്നാണ്. ലൂണാർ കലണ്ടർ വളരെ സിസ്റ്റമാറ്റിക് ആണ്. സൂര്യൻ അതിന്റെ അകലം, അതിന്റെ ചലനം, അതിന്റെ വെളിച്ചം, പ്രകാശം, സോളാർ, ഇപ്പോ നമ്മളൊക്കെ വീടിന്റെ മുകളിൽ വെക്കണ പാനല് ഭയങ്കര എനർജി അല്ലെ? സോളാർ എനർജി ഒരു റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എനർജിയാണ്. ഇതൊക്കെ ഒരു കണക്കനുസരിച്ച് അള്ളാഹ് ഉണ്ടാക്കിയതുകൊണ്ടാണ് അത് സംഭവിക്കണതെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയണേ തന്നെ ഇന്നിപ്പോ രാത്രി മുഴുവൻ ഇരുന്ന് നമുക്ക് സൂര്യനെ കുറിച്ച് പറയാനുണ്ടാവും. ഓക്കെ. വന്നജുമു വഷജറു യസ്ജുദാൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളും ഷജർ പിന്നെ മരങ്ങളും സുജൂദ് ചെയ്യുന്നു. എങ്ങനെയാ സുജൂദ് ചെയ്യാം അവര്? മരം ഇങ്ങനെ മടങ്ങിയിട്ട് തല കൊണ്ടുപോയി താഴെ വെച്ചിട്ടാണോ സുജൂദ് ചെയ്യണ? അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം. നക്ഷത്രം ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് സുജൂദ് ചെയ്യല്ല, മറിച്ച് അതൊക്കെ ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. അതാണ് അള്ളാഹ് പറയുന്നത്. ഒരു ക്രമം, ഒരു ഓർഡർ ഉണ്ട് ഈ പ്രപഞ്ചത്തിന്, യൂണിവേഴ്സിന് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചിട്ടാണ് അതൊക്കെ ചലിക്കുന്നത്. സഞ്ചാരപഥങ്ങളുണ്ട്, അവയ്ക്ക് പിന്നെ ഭ്രമണപഥങ്ങളുണ്ട്. മാത്രമല്ല ഈ മരങ്ങൾ നോക്കൂ, മരങ്ങൾ പോലും ഈ പ്രപഞ്ചത്തിന്റെ താള വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. ഒരു മരമില്ലാത്തൊരു പ്രദേശം എത്ര വരണ്ടതായിരിക്കും ആലോചിച്ച് നോക്കൂ. നമ്മള് ഈ പുറത്തു പോകുമ്പോ ഒരു മരത്തണൽ കിട്ടിയെങ്കിൽ എന്ന് ആശിച്ചു പോകും, അല്ലെ? നമ്മുടെ കേരളത്തിൽ നമുക്കത് വളരെ വളരെ അനുഗ്രഹമാണ്. വളരെ ഇവിടെയൊക്കെ നമുക്കത് പലപ്പോഴും അനുഭവിച്ചു. അപ്പോ ഇത് ആ മരത്തിനും ഒരു കഥ പറയാനുണ്ട്. ആ മരത്തിനൊരു ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ ഒരു ക്രമത്തെക്കുറിച്ച് പറയാനുണ്ട്. അതാണ് അവരുടെ സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്സമാ റഫഅഹ, മാത്രമല്ല ഈ ആകാശത്തെ അവൻ ഉയർത്തി. വളഅൽ മീസാൻ, ആകാശത്തെ ഉയർത്തിയതുപോലെ തന്നെ അവൻ തുലാസ് സൃഷ്ടിച്ചു, ത്രാസ് സ്ഥാപിച്ചു. ത്രാസ് എന്ന് പറഞ്ഞാൽ നീതിയുടെ ത്രാസ്. ഈ പ്രപഞ്ചത്തിലൊരു നീതിയുടെ ക്രമം നടക്കുന്നുണ്ട്. അത് അള്ളാഹു ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ അതുകൊണ്ട് ഈ ത്ലാസിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിര് കവിയരുത്, അതിൽ വീഴ്ച വരുത്തരുത്, കൃത്രിമം കാണിക്കരുത്. എന്താ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കണ? ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും ഒരു നീതി നടപ്പാവുന്നുണ്ട്, അല്ലെ? സിംഹം മറ്റ് മൃഗങ്ങളെ ഭക്ഷിക്കും, പക്ഷെ അതിന്റെ വയറ് നിറയണവരെ ഭക്ഷിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഭക്ഷിക്കോ? എന്റെ മക്കൾക്ക് വേണ്ടി, അടുത്ത തലമുറക്ക് വേണ്ടി, ഒരു 100 തലമുറക്ക് വേണ്ടി മക്കൾ ഇങ്ങനെ കൊന്നു വെക്കോ? മാനുകളെ ഇങ്ങനെ കൊന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കോ സിംഹം? ഇല്ലല്ലോ. അത് നമ്മളെ ചെയ്യുള്ളൂ, മനുഷ്യനെ ചെയ്യുള്ളൂ അത്. പക്ഷെ ഈ പ്രപഞ്ചത്തിലെ മറ്റൊരു ജീവിയും, പാമ്പ് മനുഷ്യനെ കടിക്കുന്നത് പാമ്പിന് മനുഷ്യനോട് വല്ല ദേഷ്യമുള്ളതുകൊണ്ടല്ല, അതിന്റെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം കടിക്കുന്നതാണ്, അല്ലെ? ഈ എലിയും പാറ്റയും ഇതൊക്കെ നമ്മളെ ശല്യത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ ധരിക്കും. പക്ഷെ അതൊക്കെ ഒരു ക്രമത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ഈ അടുത്ത് വന്ന ഒരു പഠനം, ഹണി ബി, തേനീച്ച ഉണ്ടല്ലോ, തേനീച്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത് ഭൂമിയിൽ. ഈ തേനീച്ച കുറഞ്ഞാൽ മനുഷ്യജീവിതം അസാധ്യമാകുന്ന പറയുന്നത്. അതുകൊണ്ട് പല സ്ഥലത്തും ഇപ്പൊ തേനീച്ചക്കൂട് വളർത്താനും തേനീച്ചകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഭയങ്കരമായ ശ്രമം നടക്കണമെന്ന് പറഞ്ഞത്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ താളം നിലനിർത്തുന്നതിൽ തേനീച്ചക്ക് വലിയൊരു പങ്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുങ്ങള്, ഇതിലൊക്കെ ഒരു നീതി അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അക്രമം നടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നിടത്തും ഒരു നീതിയുണ്ട്, അല്ലെ? പക്ഷെ മനുഷ്യനാണ് ഈ നീതിയെ മുഴുവൻ തെറ്റിക്കുന്ന ആള്. മനുഷ്യൻ ജയശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ ഒരുത്തനെ അടിച്ചു കൊല്ലുന്നു, അത് വീഡിയോ പിടിച്ച് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഒരു സമരത്തിലേക്ക് ഒരുത്തൻ കാർ ഓടിച്ച് അങ്ങോട്ട് കയറ്റി കൊല്ലുകയാണ് 5-8 ആളുകളെ. എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യാനോ അവനെ നീതിയുടെ മുമ്പിൽ കൊണ്ടുവരാനോ നമുക്ക് താല്പര്യമില്ല.
2000-ലധികം ആളുകളെ കൊന്ന ആളാണ് ഇപ്പൊ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊല്ലുക എന്നുള്ളത് ഒരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള മാധ്യമാക്കിയ ആളാണ് നമ്മളവര്. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ആളുകളാണ് ഇപ്പൊ വലിയ വലിയ മനുഷ്യാവകാശങ്ങളുടെയൊക്കെ ആളുകളായിട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് അള്ളാഹു പറയുന്നത്. ഈ പ്രപഞ്ചത്തില് നിങ്ങൾ നീതി നിലനിർത്താതിരിക്കുമ്പോ അല്ലെങ്കിൽ നീതിയുടെ വാഹകരല്ലാതിരിക്കുമ്പോ അപ്പോഴാണ് ഈ പ്രപഞ്ചത്തിൽ ഗ്ലോബൽ വാർമിങ്ങും, അപ്പോഴാണ് ഈ പ്രപഞ്ചത്തിൽ ക്ലൈമറ്റ് ചേഞ്ചും ആസിഡ് റെയിനും ഡിഫോറസ്റ്റേഷനും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അല്ലെ, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നു. പിന്നെ ആസിഡ് റെയിനെ കുറിച്ച് പറയുന്നു. ഓരോരോ പിന്നെ മാൽദീവ്സ് ഒക്കെ 10-20 വർഷത്തിനുള്ളിൽ മാൽദീവ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. വെള്ളം കയറിയിട്ട് അതൊക്കെ ഇല്ലാണ്ടാവും എന്നാ പറയുന്നത്. നമ്മുടെ കൊച്ചി അടക്കം ചിലപ്പോൾ എടുത്തു പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ നീതി ആ താളം തെറ്റുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതിലൊന്നും ഒരു വീഴ്ച നിങ്ങൾ വരുത്തരുത്. നീതിയുടെ കാര്യത്തിൽ നിങ്ങൾ ഖുർആന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, നീതി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഇസ്ലാമിക ശരീഅത്തിന്റെ ഏറ്റവും വലിയ താല്പര്യം എന്താണെന്ന് വെച്ചാൽ നീതിയാണ് എന്ന് പറയാൻ പറ്റും. നമ്മളത് നടപ്പാക്കുന്നുണ്ടോ ഇല്ലേ എന്നിടത്താണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. പക്ഷെ ഇത്രയധികം നീതിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു 9 ആയത്ത് പറഞ്ഞപ്പോ 3 ആയത്ത്, ആ 3 ആയത്തില് 4 സ്ഥലത്ത് മീസാന് വസ്ന് പറഞ്ഞു അല്ലെ. വസ്സമാ റഫഅഹ വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. ഇതൊക്കെ പറയുന്നത് എന്താ? തുലാസ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. തുലാസ് നമ്മുടെ ജീവിതത്തിൽ വേണം. എല്ലാറ്റിലും ഒരു നീതിയുടെ ഒരു അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പെരുമാറ്റത്തില്, കുട്ടികളോടുള്ള പെരുമാറ്റത്തില്, മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തില്, അയൽവക്കത്തോടുള്ള പെരുമാറ്റത്തില്, സഹപ്രവർത്തകരോട്, സഹപാഠികളോട്, അയൽവക്കക്കാരോട് ഒക്കെ ജീവിതത്തിലൊരു നീതിയുടെ താല്പര്യമുണ്ട്. അത് പാലിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അർ-റഹ്മാൻ എന്ന് പറയുന്ന പരമകാരുണികന്റെ അടിമകൾ. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗനൻ. ഭൂമിയിൽ നടക്കുമ്പോൾ പോലും അവരതിലൊരു മിതത്വം പാലിക്കും, വിനയം പാലിക്കും. നടക്കുമ്പോൾ പോലും എങ്ങനെ നടക്കണം എന്നതുവരെ ഈ ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ഒച്ച ഉണ്ടാക്കി നടക്കരുത്, അഹങ്കാരത്തോടെ നടക്കരുത്, അങ്ങനെ ഒരു ഗർവോട് കൂടി നടക്കരുത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നടത്തത്തിൽ മാത്രമല്ല, വണ്ടി ഓടിക്കുമ്പോഴും ബാധകമാണ്. വണ്ടി ഓടിക്കുമ്പോഴും അത് ബാധകമാണ് കേട്ടാ. ആ ഒരു ഗർവ് പാലിക്കാതെ, അഹങ്കരിക്കാതെ, നീതി പാലിച്ചുകൊണ്ട് നടക്കുക, ജീവിക്കുക, ഓടിക്കുക എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ആണ് ഇതിന്റെ താല്പര്യം. ഓക്കെ, അപ്പം ഈ 9 ആയത്ത് നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക, വിശദീകരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിങ്ങനെ മനപ്പാടാക്കി പോകണം കേട്ടാ. സൂറത്ത് റഹ്മാൻ ഇതോടുകൂടി നമുക്ക് എല്ലാവർക്കും മനപ്പാടാവണം. 78 ആയത്തില് 31 ആയത്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി പഠിച്ചു വെച്ചാൽ മതി അല്ലെ. 78 ആയത്താണ് മൊത്തം ഉള്ളത് സൂറത്ത് റഹ്മാനില്. അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇത് പഠിച്ചു, അർത്ഥം മനസ്സിലാക്കി പഠിച്ചു പോയാൽ നമുക്ക് വളരെ എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പോ ഇനി ഏതെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞതില് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഏതെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സൂറ റഹ്മാൻ ഹസിബ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം കണക്കു കൂട്ടി അല്ലെങ്കിൽ കണക്ക് വെച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹസിബ ഹിസാബ്, വിചാരണയ്ക്ക് ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? നമ്മൾ ചെയ്തത് കണക്ക്, ഇന്നത് ചെയ്തോ ഇന്നത് ചെയ്തില്ല എന്ന് കണക്ക് ചോദിക്കും അല്ലാഹു. അതാണ് ഹാസിബ്. കമ്പ്യൂട്ടറിന് പറയും കമ്പ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു കണക്കാണല്ലോ, കണക്കൂട്ടുകയാണ് അത്. ഹിസാബാത്ത്, കണക്കുകൾ, അക്കൗണ്ട്സ്, മുഹാസിബ് അക്കൗണ്ടന്റ്, അതൊക്കെ അതിൽ നിന്ന് വന്നാണ്. ഇവിടെയും പറയുന്നത് ഈ സൂര്യനും ചന്ദ്രനും ഒരു കൃത്യമായ സിസ്റ്റത്തിന് വിധേയമാണ്. അതാണ് പറയുന്നത്. ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരു കണക്കിന് വിധേയമാണ്, ഒരു സിസ്റ്റത്തിന് വിധേയമാണ്. അവയുടെ പ്രത്യക്ഷപ്പെടല്, അത് ഉദിക്കുന്നത്, അത് അസ്തമിക്കുന്നത്, അതിന്റെ ദൂരം, അതിന്റെ പ്രകാശം, അതിന്റെ ചലനം, അതിന്റെ ഭ്രമണപഥം, അത് കറങ്ങുന്നത്, ഇതൊക്കെ ഒരു വ്യക്തമായ കണക്കോട് കൂടിയാണ്. നമ്മളിപ്പോ നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു, നമ്മൾ പറയല്ലേ നേരം വെളുത്തു രാത്രിയായി, രാത്രിയായി നേരം വെളുത്തു. പക്ഷെ എങ്ങനെയാണ് നേരം വെളുക്കുകയും രാത്രി ആവുകയൊക്കെ ചെയ്യുന്നത്? ഈ സൂര്യനും ചന്ദ്രനും ഒരു കണക്കിനനുസരിച്ച് ചലിക്കുന്നുകൊണ്ടല്ലേ. അതാണ് പറയുന്നത്. വേറെന്താ?
ഓക്കെ, ശരിക്കും അപ്പൊ നമുക്ക് ഇനി അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച വരുമ്പോഴേക്കും നിങ്ങൾ ഇത് മനപ്പാടാക്കുകയും ചെയ്യുക. അതോടൊപ്പം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി വരാം. അടുത്ത ആഴ്ച ഒരാൾ എനിക്ക് ക്ലാസ് എടുത്ത് തരേണ്ടി വരും. ആരാന്ന് ഞാൻ അപ്പോഴേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ഖുർആൻ ക്ലാസ്സിന് റെഡി ആയിട്ട് വരിക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് പരമാവധി മാക്സിമം 8 മിനിറ്റിനുള്ളിൽ ഈ 9 ആയത്തും വിശദീകരിക്കണം. ആരാന്നുള്ളത് ഞാൻ ആ ക്ലാസ്സിലേ പറയുള്ളൂ. ഓക്കെ, എല്ലാവരും ക്ലാസ്സിന് റെഡി ആയിട്ട് വരിക. അത് വിചാരിച്ചിരുന്ന ആബ്സെന്റ് ആവരുതിട്ടാരും. അടുത്ത ആഴ്ച ആരും ഇല്ലാതിരിക്കരുത്. ഇൻഷാ അല്ലാ. ഓക്കെ, എങ്ങനെ ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മുഖേന സന്മാർഗത്തിൽ ആക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.